ഇന്ന് നമുക്ക് കുക്കറിൽ ഒരു അടിപൊളി വെജ് മസാല പുലാവ് തയ്യാറാക്കിയാലോ. വേറെ ഒരു 15 മിനിറ്റും കൊണ്ട് ഒരൊറ്റ വിസിലും കൊണ്ട് നമുക്ക് ഈ ഒരു വെജ് പുലാവ് തയ്യാറാക്കാം. ഈ ഒരു വെജ് പുലാവിൻ്റെ ഫ്ലേവർ മാത്രമല്ല, നമുക്ക് വെജിറ്റബിൾ ബിരിയാണി കഴിക്കുന്ന ആ ഒരു ഫ്ലേവറുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ വേഗം പായോ നമുക്ക് ഈ ഒരു അടിപൊളി വെജ് മസാല പുലാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം, അതും കുക്കറിൽ. Hey guys, it's me Soumya. Welcome to Isha Spicy Tasty World. നമ്മുടെ ഈ ഒരു വെജ് മസാല പുലാവ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം റൈസ് എടുക്കാം. ഞാനിവിടെ ഒരു ബസ്മതി റൈസ് ഒരു 4 ഗ്ലാസോളം നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റൈസ് ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. റൈസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റിനൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓയിലൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യിൽ നമ്മൾ ഈ ഒരു പുലാവ് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ഫ്ലേവറാണ് കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു നെയ്യ് ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു സ്റ്റാർ അനൈസ്, ഒരു പട്ട, ഒരു 2 ബേ ലീവ്സ്, ഒരു 5-8 കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ ഒരു 5-6 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വക എല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു 2 മീഡിയം സൈസ് സവോള നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് ആ ഒരു നമ്മുടെ ബിരിയാണിയുടെ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സവോള ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗണിഷ് കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ആദ്യം നമുക്ക് ഫ്ലെയിം ഹൈ വെച്ചിട്ട് നന്നായിട്ട് ലൈറ്റ് ഗോൾഡൻ ആവുന്നിടം വരെ വേവിച്ചെടുക്കാം. ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ടൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് അതും കൂടെ ആഡ് ചെയ്ത് ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 മീഡിയം സൈസുള്ള ഒരു തക്കാളിക്ക നീളത്തിൽ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യമനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിക്ക നന്നായിട്ട് പെട്ടെന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഉപ്പ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2 ടീസ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണ് നമ്മുടെ എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു മസാലകളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തൈര് ഒന്ന് റെഡിയാക്കാം. ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടീസ്പൂണ് നമ്മുടെ ബിരിയാണി മസാലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു തൈരിൻ്റെ മിക്സിതം നമ്മുടെ ഈ ഒരു കുക്കറിലോട്ട് ആഡ് ചെയ്ത് ഓയിൽ ഒന്ന് റിലീസ് ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഓയിൽ റിലീസായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കിഴങ്ങ് ഒരു 2 മീഡിയം സൈസ് കിഴങ്ങ്, 1 കപ്പ് ബീൻസ്, 1 കപ്പ് ക്യാരറ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്താ വെജിറ്റബിൾസ് ഉള്ളത് അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് കോളിഫ്ലവറോ ക്യാപ്സിക്കം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു പിടി മല്ലിയിലയും 1 പിടി നമ്മുടെ പുതിന ഇലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പുതിനയിലയും മല്ലിയില ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഇനി നമുക്ക് ഇത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പുതിനയിലയും മല്ലിയിലയും ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു വെജ് പുലാവിന്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലിഡ് ഒന്ന് ക്ലോസ് ചെയ്ത് നമ്മുടെ കിഴങ്ങൊന്ന് 90% കുക്ക് ആവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ വാഷറൊന്നും ഇടാതെയാണ് ലിഡിട്ട് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. നോക്കിക്കോളൂ, നന്നായിട്ട് ഓയിലും റിലീസായിട്ട് നമ്മുടെ ഇവിടെ കിഴങ്ങ് നന്നായിട്ടൊരു 90% കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം നമ്മുടെ റൈസ് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മസാലകളും ആ വെജിറ്റബിൾസും എല്ലാം റൈസിലോട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് വെള്ളം ആഡ് ചെയ്യാം. ഈ ഒരു ചെറിയ ഗ്ലാസിൻ്റെ അളവിലാണ് റൈസ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അനുസരിച്ച് നമുക്കിതിലോട്ട് വെള്ളം ആഡ് ചെയ്യാം. ഞാനിവിടെ 4 ഗ്ലാസ് റൈസിന് ഒരു 7 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. കുക്കറിൽ ഒരു വിസിലടിച്ച് നമുക്ക് വേവിക്കുന്നതുകൊണ്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളം കുറച്ചാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതേസമയത്ത് നിങ്ങൾ വിസിലടിക്കാണ്ട് ജസ്റ്റ് ലിഡിട്ട് ക്ലോസ് ചെയ്ത് നമ്മൾ വേവിക്കുവാണെങ്കിൽ 4 ഗ്ലാസ്സിന്
8 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൽ വേവിക്കുന്നുണ്ട്. 4 ഗ്ലാസ്സിന് 7 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ലാസ്റ്റ് കുറച്ച് ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു പിടി ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലിഡ് ക്ലോസ് ചെയ്ത് ഒരു വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ. വാവ്, സൂപ്പർ, അടിപൊളി, നല്ല ഫ്ലേവറാണ് കേട്ടോ. ആ ബിരിയാണിയുടെ ഫ്ലേവറും കിട്ടുന്നുണ്ട്. നല്ല മണിയായിട്ട് അധികം റൈസ് ഒന്നും വെന്തിട്ടുമില്ല. നല്ല പെർഫെക്റ്റ് ഫോമിലാണ് നമ്മുടെ ഈ ഒരു റൈസ് വെന്ത് കിട്ടിയിരിക്കുന്നത്. ഇനി പതിയെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് നന്നായിട്ടൊന്ന് ഇളക്കാൻ നോക്കല്. സ്ലോ മോഷനിൽ നല്ല പതിയെ മാത്രം പതിയെ തന്നെ അടിയിൽ നിന്ന് നമുക്ക് മുകളിലോട്ട് കൊണ്ടുവന്ന് വേണം നമുക്ക് ഈ ഒരു പുലാവ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ വെജ് മസാല പുലാവ് ഒന്ന് സർവ് ചെയ്താലോ. നമുക്ക് നന്നായിട്ട് നല്ല മണിയായിട്ട് തന്നെ നമ്മുടെ റൈസ് ഓരോ റൈസ് വിട്ട് തന്നെയാണ് വെന്തിരിക്കുന്നത്. കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ്. ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജ് മസാല പുലാവ് തയ്യാറാവുന്നതായിരിക്കും. അതും നല്ല ബിരിയാണിയുടെ സ്വാദിൽ. ഇനി നമുക്ക് ഒരു നമ്മുടെ ആവശ്യമനുസരിച്ച് പപ്പടമോ അല്ലെങ്കിൽ സാലഡോ എന്താ നിങ്ങളുടെ കയ്യിലുള്ള അത് വെച്ച് സെർവ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ്, സിമ്പിളുമാണ്. പെട്ടെന്ന് ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജ് മസാല പുലാവിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ഫോളോ, സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.